ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ന് നല്ല ടേസ്റ്റായിട്ട് നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നമുക്കിത് എത്ര കഴിച്ചാലും പൂതി മാറില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ നന്നായിട്ട് അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡർ നിർബന്ധമൊന്നുമില്ല, പക്ഷേ മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കട്ടെ. ഇതിന് ചൂടൊക്കെ തണ്ണു പോയാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ചപ്പാത്തി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കാം. നല്ല കട്ട തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ചൂടുള്ള ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതുപോലെ മെല്ലെ മെല്ലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുറേ വെള്ളമൊന്നും വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണ്ട. നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെല്ലെ മെല്ലെ ഇളക്കി ഇങ്ങനെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് 1 മണിക്കൂറോളം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈമില്ലാന്നാണെങ്കിൽ അരമണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ മാവ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്താൽ തന്നെ നമ്മളെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഇനി നമുക്ക് മാവ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരു കത്തി വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടെന്നുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പീസ് ഇതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മളിതാ ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം നല്ല ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൈദപ്പൊടിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഇതൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിതാ എല്ലാം നല്ല ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ മൈദപ്പൊടി കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് പരത്താൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഉണ്ടാകാൻ. നമ്മൾ ഇങ്ങോട്ട് വിൽക്കുമ്പോൾ അത് അങ്ങോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ ഇത് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, കഴിക്കാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി പൊടിയിട്ടിട്ട് ഒന്ന് തിരിച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശക്കല്ല് വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നമുക്ക് വനസ്പതി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗീ ഇഷ്ടമാണെങ്കിൽ ഗീ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഇട്ടിട്ട് ആ ചപ്പാത്തിയിൽ ഇതുപോലെ ഇങ്ങനെ കുമ്പളകൾ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ വീണ്ടും നമുക്ക് നെയ്യാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് 2 സൈഡ് നെയ്യാക്കി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും 2-3 പ്രാവശ്യം ഇട്ടതിന് ശേഷം ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചപ്പാത്തി ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ട് ഇത് മുരിച്ചെടുക്കാം. അപ്പോൾ മൈദപ്പൊടി ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.